എയർപോർട്ട് മാർച്ച് നടത്തുന്നതിനാ? എയർപോർട്ട് മാർച്ച് നടത്തുന്നത് വലിയ വിമാനം കരിപ്പൂരിൽ ഇറങ്ങണം എന്ന് പറഞ്ഞ് നാളെ ഒരു മാർച്ച് നടത്താൻ പോവാ. സംഗതി എന്താ? അതിന് മുമ്പ് രാഷ്ട്രീയക്കാരെല്ലാം കൂടി ഇടപെട്ട് സംഗതി ഏകദേശം ഇറങ്ങാനുള്ള ധാരണയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇറങ്ങിയപ്പോൾ അക്കൗണ്ടിൽ വരണല്ലോ അതിനാപ്പത്. നിങ്ങൾക്ക് സംഗതി തിരിഞ്ഞു, അത് ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഏതാ കൗമ് നിറങ്ങൾ വരും? ഞാൻ പറഞ്ഞു അവിടെ കരിപ്പൂർ വിമാനത്താവളത്തിന്റെ അപ്പുറത്ത് അവിടുത്തെ ജുമുഅത്ത് പള്ളി ഇങ്ങളെ കാരണം കൊണ്ട് പൂട്ടിക്കെടുക്കുക. ആദ്യം മാർച്ച് നടത്തി തുറക്കുന്നത്, എന്നിട്ട് മതി എയർപോർട്ടിക്ക് മാർച്ച്. നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞു എയർപോർട്ട് മാർച്ച് നടത്തുന്നതിനാ? എയർപോർട്ട് മാർച്ച് നടത്തുന്നത് വലിയ വിമാനം കരിപ്പൂരിൽ ഇറങ്ങണം എന്ന് പറഞ്ഞ് നാളെ ഒരു മാർച്ച് നടത്താൻ പോവാ. സംഗതി എന്താ? അതിന് മുമ്പ് രാഷ്ട്രീയക്കാരെല്ലാം കൂടി ഇടപെട്ട് സംഗതി ഏകദേശം ഇറങ്ങാനുള്ള ധാരണയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇറങ്ങിയപ്പോൾ അക്കൗണ്ടിൽ വരണല്ലോ അതിനാപ്പത്. നിങ്ങൾക്ക് സംഗതി തിരിഞ്ഞു, അത് ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഏതാ കൗമ് നിറങ്ങൾ വരും? ഞാൻ പറഞ്ഞു അവിടെ കരിപ്പൂർ വിമാനത്താവളത്തിന്റെ അപ്പുറത്ത് അവിടുത്തെ ജുമുഅത്ത് പള്ളി ഇങ്ങളെ കാരണം കൊണ്ട് പൂട്ടിക്കെടുക്കുക. ആദ്യം മാർച്ച് നടത്തി തുറക്കുന്നത്, എന്നിട്ട് മതി എയർപോർട്ടിക്ക് മാർച്ച്. നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞു മാർച്ച് നടത്തുന്നതിനാ? എയർപോർട്ട് മാർച്ച് നടത്തുന്നത് വലിയ വിമാനം കരിപ്പൂരിൽ ഇറങ്ങണം എന്ന് പറഞ്ഞ് നാളെ ഒരു മാർച്ച് നടത്താൻ പോവാ. സംഗതി എന്താ? അതിന് മുമ്പ് രാഷ്ട്രീയക്കാരെല്ലാം കൂടി ഇടപെട്ട് സംഗതി ഏകദേശം ഇറങ്ങാനുള്ള ധാരണയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇറങ്ങിയപ്പോൾ അക്കൗണ്ടിൽ വരണല്ലോ അതിനാപ്പത്. നിങ്ങൾക്ക് സംഗതി തിരിഞ്ഞു, അത് ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഏതാ കൗമ് നിറങ്ങൾ വരും? ഞാൻ പറഞ്ഞു അവിടെ കരിപ്പൂർ വിമാനത്താവളത്തിന്റെ അപ്പുറത്ത് അവിടുത്തെ ജുമുഅത്ത് പള്ളി ഇങ്ങളെ കാരണം കൊണ്ട് പൂട്ടിക്കെടുക്കുക. ആദ്യം മാർച്ച് നടത്തി തുറക്കുന്നത്, എന്നിട്ട് മതി എയർപോർട്ടിക്ക് മാർച്ച്. നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞു നിങ്ങളെ സൗഹാർദ്ദ ഛായ ഞങ്ങൾക്കതിൽ വലിയ ദുരൂഹതയുണ്ട്. കാരണം എന്തുകൊണ്ട്? ആ ആശയം പറയുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ തീവ്രവാദം മറച്ചുവെക്കാനാണ് നിങ്ങൾ ഛായ പാർന്ന് കൂട്ടയോട്ടം നടത്തി പഴക്കുല വിതരണം ചെയ്യുന്നത് എന്ന് ഈ കേരളക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാതെ ഒരു കാട്ടിക്കൂട്ടലും കോപ്രായ ഛായവാനും ഇവിടെ സൗഹാർദ്ദത്തിന് അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇവിടെ സൗഹാർദ്ദം എന്നത് ഇവിടെ അലിഞ്ഞു ചേർന്നതാണ്. ഈ സമൂഹത്തിന്റെ സംസ്കാരമാണിത്. ഇതൊരു സൗഹൃദ കാലം, ഇത്ര കാലം സൗഹാർദ്ദം മാത്രമല്ല. ഇനി ഞാൻ ഒന്നും കൂടി പറയാ, ഈ ടീമിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങളൊന്ന് കാലുവച്ചാൽ നിങ്ങളെ ചായന്റെ അഡ്രസ് ഉണ്ടാവോ? ഞങ്ങൾക്കറിഞ്ഞൂടെ നിങ്ങളെ? എത്ര കാലം ഞങ്ങൾ നിങ്ങളെ കൂടെ ഇരുന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ സംഘടനയിൽ വരുന്നതിന് മുമ്പ് തന്നെ രൂപീകരിക്കപ്പെട്ട പുലി സംഘടനകളടക്കം ഞങ്ങൾക്കറിയാമത്. നിങ്ങൾ എത്ര കോടികളെ പിടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് എന്ന കണക്കടക്കം ഓരോന്നിന്റെയും കണക്കുകൾ ഞങ്ങളെ കയ്യിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തെല്ലാം വാദങ്ങൾ, നാലാളെ കൊന്നു, ഞങ്ങളെ സംഘടനയിൽ ഷഹീദ് ഉണ്ടായി എന്ന് പറഞ്ഞു നടന്നൊരു കാര്യമുണ്ടോ? മുഴുവൻ കണക്കുകളും ഞങ്ങളെ കയ്യിലുണ്ട്. 30 കൊല്ലം മുമ്പ് അത്തരം വാദങ്ങളിൽ അത്തരം സംഘടനയ്ക്ക് വേണ്ടി ഇവിടെ തീവ്രവാദ പ്രവർത്തനം നടത്താൻ